السلام عليكم ورحمة الله. كيف حالكم أخباركم عساكم طيبين حياكم الله. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വാക്കുകൾ മനസ്സിലാക്കാൻ പോവുകയാണ്. മുന്നത്തെ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വെച്ചുള്ള രണ്ട് വാക്കുകൾ, അപ്പോൾ അത് ഏതാണ് എന്നും അതിന് ഉദാഹരണ സഹിതമൊക്കെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. മർഹബ ബിക്കും ഇലാ ഖനാതി തഅലമൽ അറബിയ മഅ ഫൈസി. അപ്പോൾ ഒന്നാമത്തെ വാക്ക് മസ്തറൈറ്റ് എന്നുള്ളതാണ്. മസ്തറൈറ്റ്. ഇസ്തറ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ്, അവൻ വാങ്ങി. ഓക്കെ, ഇസ്തറൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി. അന ഇസ്തറൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി. ഇൻത് ഇസ്തറൈറ്റ് എന്ന് പറഞ്ഞാൽ നീ വാങ്ങി. അപ്പോൾ ഈ വാങ്ങുക, വാങ്ങുന്നു, വാങ്ങി, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അന മസ്തറൈറ്റ്, അന മസ്തറൈറ്റ്, അന മാ ഇസ്തറൈറ്റ് എന്നാണ് ശരിക്കും. അന മാ ഇസ്തറൈറ്റ്, അതാണ് അന മസ്തറൈറ്റ് അല്ലെങ്കിൽ ഇൻത് മസ്തറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാ ഇസ്തറൈറ്റ്, മസ്തറൈറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം നോക്കാം. അന മസ്തറൈറ്റ് ഷെയ് ലിവലദിക്, അന മസ്തറൈറ്റ് ഷെയ് ലിവലദിക് അല്ലെങ്കിൽ ലിവലദിക്. അന മസ്തറൈറ്റ് ഞാൻ വാങ്ങിയില്ല, ഷെയ് ഒന്നും വാങ്ങിയില്ല. അന മസ്തറൈറ്റ് ഷെയ് ഞാൻ ഒന്നും വാങ്ങിയില്ല, ലിവലദിക് നിൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട്, നിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല. അന മസ്തറൈറ്റ് ഷെയ് ഞാൻ ഒന്നും വാങ്ങിയില്ല, ലിവലദിക് നിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അന മസ്തറൈറ്റ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ അന മസ്തറൈറ്റ് അൽ അഗ്റാദ്, അന മസ്തറൈറ്റ് അഗ്റാദ് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അന മസ്തറൈറ്റ് അഗ്റാദ് ഞാൻ സാധനങ്ങൾ ഒന്നും വാങ്ങിയില്ല. മാ ഇൻദി ഫുലൂസ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അന മസ്തറൈറ്റ് അഗ്റാദ് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. മാ ഇൻദി ഫുലൂസ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അല്ലെങ്കിൽ ജെയ്ബി ഫാദി എൻ്റെ പോക്കറ്റ് കാലിയാണ്, ജെയ്ബി ഫാദി എന്ന് പറയാം, ജെയ്ബി ഫാദി. അപ്പം അന മസ്തറൈറ്റ് അഗ്റാദ് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അന മസ്തറൈറ്റ് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ലേഷ് ഇൻത് മസ്തറൈറ്റ് അഗ്റാദ് നീ എന്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിയില്ല. ലേഷ് ഇൻത് മസ്തറൈറ്റ് അഗ്റാദ് നീ എൻ്റെ സാധനങ്ങൾ വാങ്ങിയില്ല. ലേഷ് ഇൻത് മാ ഇസ്തറൈറ്റ്, ലേഷ് ഇൻത് മസ്തറൈറ്റ്, ലേഷ് ഇൻത് മസ്തറൈറ്റ് എന്തുകൊണ്ട് നീ സാധനങ്ങൾ വാങ്ങിയില്ല എന്നാണ്. ലേഷ് ഇൻത് മസ്തറൈറ്റ് അഗ്റാദ് നീ എൻ്റെ സാധനങ്ങൾ വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് മസ്തറൈറ്റ്, മാ ഇസ്തറൈറ്റ്, മസ്തറൈറ്റ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് എന്താണെന്ന് വെച്ചാൽ മഅ്തൈത്ത് എന്നാണ്. മഅ്തൈത്ത്, മഅ്തൈത്ത്. ഇപ്പോൾ അഅ്ത എന്ന വാക്ക്, ഓക്കെ, അഅ്ത എന്ന വാക്ക് പല വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അഅ്ത എന്ന് പറഞ്ഞാൽ നൽകി, കൊടുത്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം മാ അഅ്തൈത്ത്, മാ അഅ്തൈത്ത് എന്ന് പറഞ്ഞാൽ നൽകി, ഞാൻ നൽകിയില്ല അല്ലെങ്കിൽ നീ നൽകിയില്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അന മഅ്തൈത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നൽകിയില്ല അല്ലെങ്കിൽ ഞാൻ കൊടുത്തില്ല. ഇൻത് മഅ്തൈത്ത് നീ കൊടുത്തില്ല അല്ലെങ്കിൽ നീ നൽകിയില്ല എന്ന് പറയാം. അപ്പം മാ അഅ്തൈത്ത് എന്നതാണ് മഅ്തൈത്ത് എന്ന് പറയാം. മഅ്തൈത്ത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അന മഅ്തൈത ഷെയ്, അന മഅ്തൈത ഷെയ് ഞാൻ അവന് ഒന്നും കൊടുത്തില്ല. അന മഅ്തൈത ഷെയ് ഞാൻ അവനൊന്നും കൊടുത്തില്ല. അന മാ അഅ്തൈത, ആ അവസാനം ഹ് ആണ് അവന് എന്നർത്ഥം വരുന്നത്. ഓക്കെ, അന മാ അഅ്തൈത ഞാൻ അവന് കൊടുത്തില്ല, ഷെയ് ഒന്നും കൊടുത്തില്ല എന്നാണ്. അന മഅ്തൈത ഷെയ് ഞാൻ അവനൊന്നും കൊടുത്തില്ല. അന മഅ്തൈത റഗ്മക്, അന മഅ്തൈത ഞാൻ അവന് കൊടുത്തില്ല, റഗ്മക് നിൻ്റെ നമ്പർ ഞാൻ അവന് കൊടുത്തില്ല. അന മഅ്തൈത, അന മാ അഅ്തൈത അവന് ഞാൻ കൊടുത്തില്ല. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. മാ അഅ്തൈത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. അഅ്തൈത അവന് ഞാൻ കൊടുത്തില്ല. അന മാ അഅ്തൈത റഗ്മക് നിൻ്റെ നമ്പർ ഞാൻ അവന് കൊടുത്തില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ മാ അഅ്തൈത് എന്നുള്ളത് മഅ്തൈത് എന്നാണ്. മഅ്തൈത്. ഓക്കെ, അപ്പോൾ മസ്തറൈത്ത്, മഅ്തൈത്ത് രണ്ട് വാക്കുകളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കാൻ തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഉദാഹരണങ്ങൾ കൂടുതൽ കണ്ടെത്തുക. ഈ വാക്കുകൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഡെയിലി ഈ വാക്കുകൾ വെച്ചിട്ട് വെറുതെ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ സംസാരത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. കൂടാതെ ഇനി കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.